ഇന്നോ നാളെയോ പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ദേശീയ നേതൃത്വം. എന്നാൽ അപ്രതീക്ഷിതമായുള്ള സുധാകരന്റെ പരസ്യ പ്രസ്താവനയോടെ ചിത്രം മാറി. നേതാക്കളുടെ തിരക്കിട്ടുള്ള കൂടിക്കാഴ്ചകൾ. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ കണ്ടു. മറ്റ് മുതിർന്ന നേതാക്കളുമായും ആശയവിനിമയം നടത്തി. സുധാകരൻ അതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകും. എന്നാൽ അത് സുധാകരനെ പ്രകോപിപ്പിച്ച് വേണ്ട എന്നാണ് നേതൃത്വത്തിലെ ധാരണ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർച്ചയായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും. പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ ഒപ്പിടേണ്ട സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: രാഹുൽ ഗാന്ധി എല്ലാ ദിവസവും കാണുന്നതല്ലേ, അത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാനാണ്. കേരള കാര്യത്തിൽ തീരുമാനമായാൽ ഉടൻ തന്നെ നിങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ആര് പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. KC ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അണിയറയിൽ നീക്കങ്ങൾ സജീവമാണെന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലെ സ്വരം കടുപ്പിച്ച സുധാകരൻ ഇന്ന് പക്ഷേ പ്രതികരണത്തിന് തയ്യാറായില്ല. ഒന്നും പറയാനില്ല മക്കളെ, പോയി കടും ചായയും കുടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങും. അന്തരീക്ഷം കലുഷിതമായിരിക്കെ സുധാകരൻ AK ആന്റണിയെ വീട്ടിലെത്തി കണ്ടു. സംസാരിക്കാണ്ടിരിക്കുമോ? സംസാരിച്ച് എന്താണെന്നൊന്നും നിങ്ങളൊക്കെ പറയുന്നില്ല. നമ്മുടെ നാട്ടു വർത്താനെല്ലാം പറയാറുണ്ട്, എല്ലാ കാലത്തും പറയാറുണ്ട്. ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്. സുധാകരനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പരസ്യ പ്രസ്താവനകൾ തുടരുന്നുണ്ട്. ആലുവയ്ക്ക് പിന്നാലെ പാലക്കാടും സുധാകരന് വേണ്ടി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള എന്തിടപെടലാകും ഹൈക്കമാൻഡ് നടത്തുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.